ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മംഗളവാർത്ത തിരുനാളാണ്. ഈ തിരുനാളിൻ്റെ ദിവസം നിനക്ക് പ്രത്യേകമായിട്ട് നേരുകയാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ അടുത്തേക്ക് ദൂതൻ മംഗളവാർത്തയുമായിട്ട് വരുന്നുണ്ട്. അവർ പല കാര്യങ്ങളും സംസാരിക്കുന്നു. വരാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചും ദൈവിക പദ്ധതികളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ചില ക്ലാരിഫിക്കേഷൻ മറിയം നടത്തുന്നുണ്ട്. അവസാനം മറിയം പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് ഉണ്ട്. അതിപ്രകാരം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദൂതനോട് പറയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി. പറഞ്ഞത് ദൂതനാണ്. ദൂതൻ്റെ ദാസി എന്നല്ല പറയുക, നിന്നെ അയച്ച ദൈവത്തിൻ്റെ ദാസി ഇതാ. നീ പറഞ്ഞ വാക്ക് എന്നെ നിറവേറ്റ. നീ പറഞ്ഞ വാക്കെന്ന് പറയുന്നത് ദൂതൻ്റെ വാക്കല്ല, ആ കർത്താവിൻ്റെ വാക്ക്, ആ ദൈവത്തിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഞാനിതാ എന്നെ തന്നെ തരുന്നു, ഞാനിതാ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു. ജീവിതത്തിൽ നിനക്ക് നിന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നിനക്കിങ്ങനെ പറയാവോ, ഇതാ ദൈവമേ, നിന്റെ ദാസൻ, നിന്റെ ദാസി. നീ അങ്ങനെ പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന്മേ പിന്നെ നിനക്ക് അവകാശമില്ല. അങ്ങനെ പറഞ്ഞിട്ട് നാളെ ദൈവമേ എൻ്റെ ജീവിതത്തിലേക്ക് ഇത് ഇങ്ങനെ എന്തുകൊണ്ട് വന്നു ചോദിച്ചേക്കരുത്. എന്നിട്ട് പറ, നീ പറഞ്ഞ കാര്യങ്ങൾ എന്നിൽ പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ നിന്റെ പദ്ധതി എന്നിൽ നിറവേറട്ടെ. വല്ലപ്പോഴൊക്കെ ഒന്ന് പറയണം, ധ്യാനപൂർവ്വം ഒന്ന് പറയണം, ചങ്കൂറ്റത്തോടു കൂടി ഒന്ന് പറയണം. നീ ദൈവത്തെ ശരിക്കും അനുഭവിക്കും. അമ്മ നിന്നെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ ചേർത്ത് പിടിക്കാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ മധ്യയുള്ള നിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോയെ, നിന്റെ അമ്മയെ പോലെ കർത്താവിൻ്റെ ദാസനായിട്ട് ദാസിയായിട്ട് സമർപ്പിക്കുവാനും കർത്താവിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുവാനുമായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. നിന്റെ നാമത്തിലെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. ജീവിതത്തിൽ എപ്പോഴും മംഗളകരമായ കാര്യങ്ങൾ കേൾക്കുവാൻ ഇടവരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Honey.